എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വെഡ്ഡിങ് ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ വെഡ്ഡിങ് ഡേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ ഇതുവരെക്കും വെഡ്ഡിങ് ഡേ ആഘോഷിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വെഡ്ഡിങ് ഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ല. കാരണം ഏകദേശം ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പോൾ എന്താണ് ഞാൻ വെഡ്ഡിങ് ഡേ, ഒരുപാട് പേര് ഇന്നിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിക്കുമോ എന്താണ് സോഫിത്ത വെഡ്ഡിങ് ഡേ ആനിവേഴ്സറിയുടെ വീഡിയോ ഒന്നും ഇടാറുന്നത് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എന്താ കാരണം ചോദിച്ചാൽ ഞാൻ വെഡ്ഡിങ് ഡേ ആഘോഷിച്ചിട്ടില്ല. അവിടുന്ന് എന്താ പറയുക, ഇപ്പോൾ കല്യാണം കഴിച്ച് ഏകദേശം 10 വർഷമായി. 10 വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വെഡ്ഡിങ് ഡേ ആഘോഷിച്ചിട്ടില്ല. കാരണം ഒരു കേക്കും കൂടി ഞാൻ മുറിച്ചിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഇതുവരെക്കും വെഡ്ഡിങ് ഡേക്ക് ഒന്നും ചെയ്യാറില്ല. ആരെയും നമുക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടാവുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ വലിയ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയുക ഓരോരുത്തർക്കും ഓരോരോ ഇതായിരിക്കും. കാരണം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷത്തെ വെഡ്ഡിങ് ഡേ ആഘോഷിക്കണമെന്ന്. അതിനായിരുന്നു ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ വേഗം സൺഡേ വന്നത്. ഞാൻ ശരിക്കും വെഡ്ഡിങ് ഡേ 10 വർഷമായില്ലേ, 10ാമത്തെ വർഷമെങ്കിലും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് എന്തായാലും നടന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സനാക്കുട്ടിക്ക് ജലദോഷവും പനിയും കാര്യങ്ങളായത് കാരണം കൊണ്ട് ഞാൻ അധികം ഭയങ്കര കുറേയൊക്കെ ആയത് കാരണം മധുരമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കേക്ക് മുറിച്ചിട്ടില്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒരു പായസമെങ്കിലും, ഒരു മധുരത്തിനൊരു പായസമെങ്കിലും വെക്കുന്നതാണ്. അതും പ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് മധുരം കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലത്തെ ഡോക്ടർ. പക്ഷെ ഇന്ന് നമ്മളെന്താ സ്കൂൾക്ക് പോകാത്ത വെച്ച് മിയാസ് സ്കൂൾക്ക് പോയി, സരക്കുട്ടി സ്കൂൾക്ക് പോയിട്ടില്ല. അവൾക്ക് തീരെ എന്താ പറയുക കഫക്കെട്ട് കാരണം കൊണ്ട് ഭയങ്കര വീസിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. അത് കാരണം കൊണ്ട് സനക്കുട്ടിനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അത് കാരണം കൊണ്ടാണ് സനക്കുട്ടി സ്കൂൾക്ക് പോകാത്തത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നൊരു ഫുള്ളായിട്ടുണ്ടാവില്ല. നമ്മൾ വീഡിയോയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിയാസ് കുട്ടി സനക്കുട്ടിയാണ്. സനക്കുട്ടിക്ക് കുറച്ച് ക്ഷീണമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വെഡ്ഡിങ് ഡേ ആഘോഷിക്കാത്ത കാരണം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, എല്ലാവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ദിവസമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കൂടി അധികം പേര് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ഡേ എന്തായാലും ഒരുപാട് പേര് ആഘോഷിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ ആഘോഷിച്ചിട്ടില്ല. കാരണം ഏകദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരുപാട് പേര് ബാഡ് കമൻ്റ് ആയിട്ടിരുന്നവരുണ്ടാവും. സോഫിക്കാണ് അവൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം ഉണ്ടാവില്ല, അത് കാരണം കൊണ്ടായിരിക്കാം വെഡ്ഡിങ് ഡേ ആഘോഷിക്കാത്ത. അങ്ങനത്തെ റീസണൊന്നുമില്ല. മെയിനായിട്ട് നമ്മുടെ സനക്കുട്ടിക്ക് വയ്യാത്ത കാരണം. ഞാനൊരു കേക്ക് കട്ട് ചെയ്ത് മുറിക്കുകയാണെങ്കിൽ കൂടെ സനക്കുട്ടി ചിലപ്പോൾ മധുരം തിന്നു വിചാരിച്ചാൽ ചിലപ്പോൾ അധികമാവും, ചിലപ്പോൾ കഫക്കെട്ട് അധികമായ, ചിലപ്പോൾ ന്യൂമോണിയ ഫീവർ അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ട്. കാരണം ചെറുപ്പം മുതൽ 2 പേര് ബെഡിൽ ഒരാഴ്ച ബെഡിൽ അഡ്മിറ്റ് ആക്കിയിട്ടും പനി അധികമായിട്ടും കഫക്കെട്ട് അധികമായിട്ടും ഞാൻ ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ഇത്, അത് കാരണം കൊണ്ടാണ് വെഡ്ഡിങ് ഡേ ആഘോഷിക്കാറ്. പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു 5 കൊല്ലം ഒരു 4 കൊല്ലം കൂടെ ആഘോഷിച്ചില്ലെങ്കിൽ നമ്മുടെ 10 കൊല്ലം പറഞ്ഞാൽ നമ്മളൊരു സന്തോഷത്തിൽ ആഘോഷിക്കുന്നതാണ്. ഞാൻ ഇതുവരെയൊക്കെ എൻ്റെ ബർത്ത്ഡേയും ഒരു വെഡ്ഡിങ് ഡേ ഞാൻ ആഘോഷിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷിക്കുന്ന പ്രതീക്ഷ എനിക്കില്ല. കാരണം 10 വർഷത്തിൽ ആഘോഷിക്കുന്നതാണ് ഒരു ഇൻട്രസ്റ്റ്. പക്ഷേ ഒരുപാട് പേര് ഫസ്റ്റ് മുതലേ ആഘോഷിക്കുന്നവരായിരിക്കാം. അപ്പോൾ അതുപോലെ എന്നെപ്പോലെ വെഡ്ഡിങ് ഡേ ആഘോഷിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കല്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് റീസൺ. ഇപ്പോൾ ആരും വെഡ്ഡിങ് ഡേ ആനിവേഴ്സറി വീഡിയോ എന്താ ഇടാത്തതെന്ന് ഒരിക്കലും ആരും ചോദിക്കരുത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് ഞങ്ങൾ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ്, നമുക്ക് ഒരുപാട് പേര് ആശംസ. എനിക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനെക്കാട്ടും നല്ലത് 4 ആൾക്കാരെന്ന് അവരുടെ ഒരു എന്താ പറയുക സന്തോഷത്തോടെ ഒരു വാഴ്ത്തുക്കൾ മതി നമുക്ക് സന്തോഷിക്കാൻ. എനിക്ക് അത്ര സന്തോഷമുള്ളൂ, അത്രയും സന്തോഷമായി. എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു സങ്കടം അത്രയും, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഇത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ